നമസ്കാരം, ഞാൻ സച്ചിൻ ബാബു. ഇന്ന് നമ്മളോട് കൂടിയുള്ളത് എൻ്റെ സുഹൃത്താണ് പ്രദീപ് നെല്ലിപ്പറമ്പിൽ. അദ്ദേഹം ഫിസിക്കൽ ട്രെയിനറാണ്, സ്പോർട്സ് കോച്ചാണ്. അപ്പോൾ ഈയിടെ അതൊരു സ്പോർട്സ് അക്കാഡമി പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. നമുക്ക് അവരോട് നേരിട്ട് ചോദിക്കാം. ഓക്കെ, വെൽക്കം പ്രദീപ്. യെസ്, താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് പ്രദീപ്. ഞാൻ ഒരു ഫിസിക്കൽ ട്രെയിനറാണ്. തൃശ്ശൂരിൽ ഞാനൊരു സ്ഥാപനം നടത്തുന്നുണ്ട്. സ്ഥാപനത്തിൻ്റെ പേര് KL8 സ്പോർട്സ് ഹബ് എന്നാണ്. തൃശ്ശൂർ പടിഞ്ഞാറേക്കോട്ട ജംഗ്ഷനിലാണുള്ളത്. ഞാനൊരു 2008 മുതൽ റെസ്ലിങ്ങിലുണ്ട്. 2016 മുതൽ ഫിസിക്കൽ ട്രെയിനറായിട്ട് ജോലി തുടങ്ങി. അതും ഡിഫൻസിൻ്റെ ഫിസിക്കൽ ട്രെയിനറായിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ ഞാൻ കേരള സ്റ്റേറ്റിൻ്റെ റഫറി ടെസ്റ്റും അതുപോലെ തന്നെ കോച്ച് ടെസ്റ്റും പാസ്സായിരുന്നു. കഴിഞ്ഞ വർഷം മുതൽ ഞാൻ ഇപ്പോൾ ഒരു നാഷണലി അഫിലിയേറ്റഡ് റെസ്ലിംഗ് കോച്ചാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ KL8 സ്പോർട്സ് ഹബ് എന്ന് പറയുന്നത് സ്പോർട്സ് അക്കാഡമി ഉണ്ടല്ലോ, അവിടെ എന്തൊക്കെ സേവനങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്? ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്പോർട്സിനുള്ള ട്രെയിനിങ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സ്പോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ റെസ്ലിംഗ് ഉണ്ട്, ബോക്സിംഗ് ഉണ്ട്, ജൂഡോ ഉണ്ട്, യോഗ ഉണ്ട്, ബാസ്കറ്റ് അങ്ങനെയുള്ള ഗെയിംസ് ഒക്കെയാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നമ്മൾ കുട്ടികൾ ഡിമാൻഡ് ചെയ്യുന്നതനുസരിച്ച് അതിനുള്ള കുട്ടികളായി കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള ഒരു കോച്ചിനെ വരുത്തിയിട്ട് അത്ലറ്റിക് ഐറ്റംസ് ഒക്കെ ഉണ്ടാവും. അത്ലറ്റിക്സ് എല്ലാം ചെയ്യുന്നുണ്ട്. സ്പോർട്സ് ഓട്ടം കാര്യങ്ങളൊക്കെ, ഓട്ടം, ജാവലിൻ, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും, ഷോർട്ട് പുട്ട് ഒക്കെ നമ്മൾ ചെയ്യും. നമ്മളിവിടെ സ്പോർട്സ് അക്കാഡമി എന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ അറിഞ്ഞത് ഇവിടെ സ്പോർട്സ് ഐറ്റംസിന് മാത്രമല്ല ട്രെയിനിങ് ഉള്ളത്, കുറച്ചും കൂടി സർവീസ് ഉണ്ടെന്ന് കേട്ടത്. പലരും അറിഞ്ഞാൽ കൊള്ളാം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഹെൽത്ത് കെയർ ആണ്. ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരം കാത്തു സൂക്ഷിക്കാനുള്ള ഒരു ട്രെയിനിങ് ആണ്. അതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചെറിയ കുട്ടികൾ ഇപ്പോൾ അമിതമായിട്ട് ഫാസ്റ്റ് ഫുഡും മറ്റു ഭക്ഷണങ്ങളും അതും സമയക്രമീകരണങ്ങൾ ഇല്ലാണ്ട് കഴിക്കുന്ന തരത്തിലാണ് നമ്മുടെ ഇന്നത്തെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ തന്നെ അവർക്ക് പല അസുഖങ്ങളും അല്ലെങ്കിൽ അവരുടെ പ്രായത്തിനനുസരിച്ചല്ലാത്ത ഭാരം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അതിനെയൊക്കെ കൺട്രോൾ ചെയ്ത് ശരീരം നല്ല രീതിയിലാക്കാനുള്ള ഒരു ട്രെയിനിങ് ആണ് ഈ ഹെൽത്ത് കെയർ എന്ന് പറയുന്നത്. അതിലെന്ന് വെച്ചാൽ നമുക്ക് ഡയറ്റുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, മെഡിസിൻസോ ഒന്നും ഉണ്ടാവില്ല. അവരുടെ ബോഡി വർക്കൗട്ടോട് തന്നെ നമ്മൾ അത് ചെയ്തു കൊടുക്കും. അത് നമ്മളൊരു 6 വയസ്സ് മുതലുള്ള കുട്ടികളെ കോൺസെൻട്രേറ്റ് ചെയ്ത് അല്ലല്ല, ജിമ്മൊന്നുമില്ല. നമ്മൾ അവരുടെ ശരീരം വെച്ച് തന്നെ മറ്റ് വർക്കൗട്ടുകളൊക്കെ ചെയ്തിട്ടാണ് നമ്മളെ അവരെ ആ ഒരു ശരീരപ്രകൃതത്തിലേക്ക് നല്ല ഒരു ഫിറ്റ് ബോഡി എന്ന നിലയ്ക്ക് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒത്തിരി ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞ ഒരു 18-20 വയസ്സ് കഴിയുന്നതോട് കൂടിയിട്ട് പലർക്കും കൊളസ്ട്രോൾ, ഷുഗർ അങ്ങനെയുള്ളതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തുടങ്ങുമ്പോൾ നമ്മുടെ ഡോക്ടർമാർ പറയും കുറച്ച് നടക്കാൻ തുടങ്ങണം, കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യണം എന്ന് പറയും. എന്നാൽ അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് പലർക്കും അറിയില്ല. അപ്പോൾ അവര് ചിലപ്പോ ഒന്നും അറിയാതെ തന്നെ പല വർക്കൗട്ടുകളും കണ്ട് ഇന്ന ആൾക്കാർ പറഞ്ഞ രീതിയിലൊക്കെ ചോദിച്ചത്. കാരണം പലരും ജിം എന്നുള്ള രീതിയിലാണ് ഫിറ്റ് ആവും എന്നുള്ളൊരു കോൺസെപ്റ്റിലൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ആ ജിമ്മിൽ പോകണോണ്ട് ഫിറ്റ് ആവില്ല എന്നൊന്നും പറയുന്നില്ല. അതൊരു ടൈറ്റ് ആക്കലാണ് ബോഡി. പക്ഷെ നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി എപ്പോഴും ഫ്ലെക്സിബിളി ഉള്ള മൂവ്മെന്റ്സിനുള്ള രീതിയിൽ അവരുടെ ശരീരം കൊണ്ട് തന്നെ നമ്മൾ ചെയ്യും. മറ്റേ എക്യുപ്മെന്റ്സ് ഇല്ലാതെ വർക്കൗട്ടുകൾ. അതെ, നമ്മുടെ ശരീരം വെച്ച് തന്നെ നമ്മുടെ ശരീരത്തിന് നമുക്ക് കാത്തു സൂക്ഷിക്കാനുള്ള. ഫുഡ് റെസ്ട്രിക്ഷൻസ് അങ്ങനെയുണ്ടോ? ഒന്നുമില്ല, നമുക്ക് ഒരു ഡയറ്റും ഇല്ല. നമ്മൾ അവർ സാധാരണ കഴിക്കുന്ന ഭക്ഷണം തന്നെ അവർക്ക് കഴിക്കാം. ഇപ്പോ നമ്മളെ സംബന്ധിച്ച് ഇപ്പോഴത്തെ കാലത്ത് എല്ലാവർക്കും ഒരുപോലെ പൈസ ഉള്ളവരല്ല. അപ്പോ ചില ഫുഡ് കഴിക്കുമ്പോഴാണ് അതിനുള്ള ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നു. പക്ഷെ നമ്മൾ അതൊന്നുമില്ല. നമ്മൾ ആ കഴിക്കുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ നമ്മൾ ആ ബോഡീനെ കൊണ്ടുവരും. ഇതിന് ഏജ് കാറ്റഗറി ഉണ്ടോ? പിന്നെ വയസ്സ് വരെ പറ്റുള്ളൂ? നമ്മൾ 6 വയസ്സ് മുതലേ നോക്കുന്നുള്ളൂ. എത്ര സീനിയേഴ്സ് ആയാലും കുഴപ്പമില്ല. അതെ, എത്ര സീനിയേഴ്സ് ആയാലും നമുക്ക് കുഴപ്പമില്ല. അതെന്ന് വെച്ചാൽ നമ്മൾ ഏജിനനുസരിച്ചിട്ടുള്ള വർക്കൗട്ടേ കൊടുക്കും. ഇപ്പോ ഒരു 6 വയസ്സ് മുതലുള്ള കുട്ടിക്ക് ചെയ്യണ വർക്കൗട്ട് 18 വയസ്സായ ആൾക്ക് കൊടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ 18 വയസ്സുള്ളവർക്ക് 18 വയസ്സിൽ ചെയ്യണത് 6 വയസ്സായിരിക്കും പറ്റില്ല. ഇതേ സെയിം കാറ്റഗറി തന്നെയാണ് 30 എബോവ് ചെയ്യുമ്പോഴും അതിൻ്റെതായ മാറ്റങ്ങൾ. അതനുസരിച്ച് ഓരോ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് അവർക്ക് പറ്റാവുന്ന എക്സസൈസുകളാണ് നമ്മൾ കൊടുക്കുക. അപ്പൊ എനിക്ക് ഈ കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പൊ പലർക്കും പല അസുഖങ്ങളും ഉണ്ടായിരിക്കുമല്ലോ. അപ്പോ നമ്മളത് എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക? അതായത് അവര് ഇപ്പൊ അവര് വന്നു കഴിഞ്ഞാൽ അവര് ഡിസ്ക്ലോസ് ചെയ്യണം, എനിക്ക് ഇന്ന ഒരു പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇപ്പോ അവർക്ക് ജോയിന്റ് പെയിൻ ആണ്, അല്ലെങ്കിൽ ഇന്ന പെയിൻ ആണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മളപ്പോ ആ വർക്കൗട്ട് എങ്ങനെ അവർക്ക് ഈ വേദന വരാത്ത രീതിയിൽ അതെങ്ങനെ ചെയ്യാം എന്ന് നമ്മൾ
കറക്റ്റ് ചെയ്തിട്ട് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കും. ഇപ്പോൾ ചിലവർക്ക് ഇപ്പോൾ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് കാൽമുട്ട് വേദന ഉള്ളവരാണ് എന്നുള്ളതൊക്കെ. അപ്പൊ അവർക്ക് ആ ഒരു ഇത് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കും. മുൻകൂട്ടി പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള വർക്കൗട്ട്. അതെ, അതെന്ന് വെച്ചാൽ നമുക്കിപ്പോ വരുന്ന ഒരു വ്യക്തിക്ക് എന്തൊക്കെയുണ്ടെന്ന് നമുക്കറിയില്ല, പക്ഷെ അവര് നമ്മളോട് പറയണം ഇന്ന പ്രോബ്ലംസ് ആണ് എനിക്കുള്ളത്. അപ്പൊ അതനുസരിച്ച് നമ്മൾ അവർക്ക് അത് കൊടുക്കും. ഓക്കെ, അപ്പൊ എല്ലാം പറഞ്ഞതിന് ശേഷം നമുക്ക് വർക്കൗട്ടിലൂടെ മാത്രം ബോഡി ഹെൽത്തേക്ക് കൊണ്ടുവരാം. പിന്നെ മറ്റുള്ള സേവനങ്ങൾ എന്തൊക്കെയാണ്? പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, ഇൻട്രൊഡക്ഷൻ തന്നെ പറഞ്ഞിരുന്നു, ഞാൻ 2016 മുതൽ ഫിസിക്കൽ ട്രെയിനർ ആണ് ഡിഫൻസിന്റെ എന്നുള്ളത്. ആ ഒരു തന്നെ ഞാൻ ഇവിടെയും ചെയ്യുന്നുണ്ട്. കുട്ടികൾ ഇപ്പൊ താല്പര്യമുള്ള കുട്ടികൾ വരികയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ട്രെയിനിങ്, അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ട്രെയിനിങ് ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. റിക്രൂട്ട്മെന്റ് ട്രെയിനിങ് എന്തൊക്കെയാണ് വരുന്നത്? അതിൽ നമുക്ക് റണ്ണിങ്, ചിന്നപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പൊ അതിന് അവരെ ബോഡി ഫിറ്റ് ആക്കി എടുക്കുക, അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോ ആർമി, എയർഫോഴ്സ്. അതെ അതെ അതെ, ആർമി, നേവി, എയർഫോഴ്സ്, പിന്നെ പാരാമിലിറ്ററി ഫോഴ്സുകളായ ITBP, BSF, CRPF, കോസ്റ്റ് ഗാർഡ്, പിന്നെ കേരള പോലീസ്, അങ്ങനെയുള്ള ഫോഴ്സുകൾ, അതിലേക്കൊക്കെ നമ്മൾ ഫിസിക്കൽ ഫിറ്റ്നസും കാര്യങ്ങളും. അതായത് ഇപ്പോ ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ ഫിസിക്കൽ ഫിറ്റ്നസിന്റെ ട്രെയിനിങ് കൂടെ കൊടുക്കുന്നുണ്ട്. ഒപ്പം തിയറിയും കൊടുക്കുന്നുണ്ട്. അവർക്ക് എക്സാമിന് സപ്പോർട്ട് ചെയ്യാനുള്ളത് അപ്പൊ അവര് ബുക്സിലേക്ക് കൊടുക്കും. അപ്പൊ അതിൽ അവർക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യമാണെങ്കിൽ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കും. ശരി, അപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ. അപ്പൊ പൊതുവെ വിദ്യാർത്ഥികൾ ബുദ്ധിമുട്ടുന്ന കാര്യം എന്താണെന്ന് വെച്ചാല് എവിടെ പഠിക്കണം എന്ന് അറിയില്ല, ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണം എന്ന് അറിയില്ല, അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ. നമ്മളുടെ ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യണത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോ അവർക്ക് ഇതിൽ അയക്കാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം, അത് എങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ ചോദിച്ച് നമ്മൾ ആ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ അവർ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് തന്നെ അത് പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഇപ്പോ ഏജ് കാറ്റഗറി ഉണ്ടാവുമല്ലോ അതായത് 16.5 വയസ്സ് മുതലാണ് ഈ ഒരു കാറ്റഗറിയിലേക്ക് വരുന്നത്. ഈ 16.5 വയസ്സ് മുതൽ NDA എക്സാം എഴുതാം കുട്ടികൾക്ക് കഴിയും. പക്ഷെ NDA എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗമാണ്, എക്സാംസ് ഓഫീസർ റാങ്കിലേക്കുള്ളതാണ്. അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നിരുന്നാലും അങ്ങനത്തെ കുട്ടികൾക്ക് ഡൗട്ട്സ് ക്ലിയറിംഗ് നമ്മളിവിടെ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ 17.5 വയസ്സ് മുതൽ 21 വയസ്സ് വരെ കുട്ടികൾക്ക് ആർമി, നേവി, എയർഫോഴ്സ് എന്നീ ഇതിലേക്ക് നോക്കാം. അതില് 2 പോസ്റ്റുകൾ, അത് ക്ലർക്ക് അങ്ങനെയുള്ള പോസ്റ്റുകളിൽ മാത്രമേ 23 വയസ്സ് വരെ അവരെ എക്സ്റ്റെൻഡ് ചെയ്ത് തരും. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാരാമിലിറ്ററി ഫോഴ്സുകളാണ്. ഈ പാരാമിലിറ്ററിയിൽ പറയുമ്പോൾ BSF, CRPF നേരത്തെ പറഞ്ഞ കാറ്റഗറികളൊക്കെയാണ് വരുന്നത്. അതിലെന്ന് പറഞ്ഞാൽ 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെ നമുക്ക് അപ്ലിക്കേഷൻ അയക്കാം. അപ്പൊ ഈ ക്ലാസ് എങ്ങനെയാ, ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ? നമ്മൾ ഓൺലൈൻ വേണ്ടവർക്ക് ഓൺലൈൻ പ്രൊവൈഡ് ചെയ്യും. പക്ഷെ ഫിസിക്കൽ ട്രെയിനിങ് എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യണത് ഓഫ്ലൈൻ ആയിരിക്കും. അപ്പോ അതെ, പിന്നെ നമുക്കിപ്പോ അവർക്ക് ക്ലാസ്സിന് വരാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ മാത്രം നമ്മൾ ക്ലാസ് ഓൺലൈനിലേക്ക് ചെയ്ത് കൊടുക്കുക. അവർക്ക് ഡൗട്ട്സ് ക്ലിയറിംഗും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഓൺലൈൻ കൊടുക്കും. ഈ 16 വയസ്സ് മുതലാണല്ലോ പറഞ്ഞത്, +2 കാലഘട്ടമാണ് വരുന്നത്. അപ്പൊ ക്ലാസ് ഒക്കെ എങ്ങനെയാ വരുന്നത് ടൈമിങ്? 16.5 വയസ്സ് മുതലാണ് ഇതിന്റെ അപ്ലിക്കേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുക. നമ്മളിപ്പോ ഏകദേശം ഒരു 10ാം ക്ലാസ് കഴിയുമ്പോൾ നമുക്കൊരു 14 അല്ലെങ്കിൽ 15 വയസ്സ് ഒക്കെ ആയിരിക്കും കുട്ടികൾക്ക് ഉണ്ടാവുക. ഈ 15 വയസ്സ് മുതൽ ഈ കുട്ടികൾ ട്രെയിനിങ് തുടങ്ങുകയാണെങ്കിൽ ഇവരുടെ ഈ പ്രായത്തിൽ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണ പ്രായമാകുമ്പോഴേക്കും ഇവരുടെ ബോഡി ഫിറ്റ്നസും കാര്യങ്ങളും വന്നിട്ടുണ്ടാവും. അതായത് ഈ 16 വയസ്സിനും ഒരു കൊല്ലം മുമ്പ് വേണമെങ്കിൽ അവർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതെ, നമ്മള് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവര് ഈ +2 കഴിയുന്നതോടുകൂടി ഇവർക്ക് അപ്ലിക്കേഷനും കാര്യങ്ങളും ചെയ്തു തുടങ്ങും. അപ്പോഴേക്കും അവർ ബോഡി ഫിറ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ ഈ ഒരു 2 വർഷം വെറുതെ പോകുന്നില്ല. 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു 3 മാസത്തോളം ഏകദേശം നമ്മള് അഡ്മിഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വെറുതെ ഇതാക്കുന്നു. നമ്മളുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ട്രെയിനിങ് രാവിലെയാണ്. ഈ രാവിലെ ട്രെയിനിങ് കഴിഞ്ഞ് ഇവർക്ക് മറ്റേത് കോഴ്സിന് വേണമെങ്കിൽ പോവാം. അത് ശരി. അപ്പൊ ഇതിന്റെ ഒപ്പം തന്നെ മറ്റുള്ള കോഴ്സുകളാണെങ്കിൽ അവർക്ക് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം. അതെ, ഒരു കുഴപ്പമില്ല. രാവിലെ ആണ് ഫിസിക്കൽ ട്രെയിനിങ് ഏറ്റവും നല്ലൊരു സമയം ഫിസിക്കൽ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ രാവിലെയാണ്. ഓക്കെ, ശരി. പിന്നെ മറ്റുള്ള കാര്യം അറിയാന്ന് വെച്ചാൽ ഇപ്പൊ പല ദൂരങ്ങളിൽ നിന്ന് കുട്ടികൾ ഇവിടെ വരുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അപ്പൊ അവർക്കുള്ള എന്താ പറയാ, ട്രാൻസ്പോർട്ടേഷനോ അല്ലെങ്കിൽ അക്കോമഡേഷനോ ഒക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? അതെങ്ങനെ? നമ്മളിപ്പോ ഈ ജില്ലയിലുള്ള ആൾക്കാർ അങ്ങനെ അധികവും ഡയറക്ട്ലി ബസ്സിനാണ് വരിക. നമ്മുടെ ആ ഒരു ടൈമിങ്ങിലാണ് നമ്മുടെ ക്ലാസ്. പിന്നെ മറ്റു ജില്ലകളിൽ നിന്ന് വരുന്നവർക്കാണെങ്കിൽ നമ്മൾ ഹോസ്റ്റൽ പ്രൊവൈഡ് ചെയ്യും. നമ്മൾ ഇവിടെ തന്നെ ഒരു ഹോസ്റ്റൽ, ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും സെപ്പറേറ്റ് ഹോസ്റ്റലുകളുണ്ട്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കായിട്ട് സെപ്പറേറ്റ് ഹോസ്റ്റലുകളുണ്ട്. ഓക്കെ, ശരി. അപ്പൊ എനിക്ക് മറ്റൊരു പ്രധാന കാര്യം ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാല്, നമ്മുടെ ഈ ഒരു സ്പോർട്സ് അക്കാഡമിക്ക് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി നമുക്ക് പറയാനുണ്ടോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ പഠിക്കണം, അങ്ങനെ ഒരു ഇന്റൻഷൻ കൂടി ആൾക്കാർക്ക് വേണമല്ലോ. അതെ, നമ്മളിപ്പോ പല മനോഭാവത്തിലുള്ള കുട്ടികളാണ്
ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് ജോയിൻ ചെയ്യാം. ടീനേജേഴ്സ് ആണല്ലോ ഇപ്പൊ. അതെ, അപ്പോ ഈ ടീനേജേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ കൈ വിട്ടു പോവാവുന്ന ഒരു പ്രായമാണ്. അപ്പൊ ഈ ടീനേജേഴ്സിന്റെ കുട്ടികൾ ഇവിടെ വരുമ്പോൾ അവർ പല സ്വഭാവക്കാരായിരിക്കും. അവരൊരു ഗ്യാങ് ആവും, ചിലപ്പോ സ്പ്ലിറ്റഡ് ഗ്യാങ് ആവും. പക്ഷെ ഇവരെയൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഈ കുട്ടികൾക്ക് ഒരു പേഴ്സണലൈസ്ഡ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതായത് മെന്റൽ സപ്പോർട്ട്, അതുപോലെ കൗൺസിലിംഗ്, അതൊക്കെ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ പ്രദീപ്, താങ്ക്സ്. അപ്പൊ നമ്മുടെ കാണികളോട് വല്ലതും പറയാനുണ്ടോ? അതായത് പാരന്റ്സിനോടും കുട്ടികളോടും? പാരന്റ്സിനോടും കുട്ടികളോടും ഇപ്പൊ പറയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞു. സ്പോർട്സ്, ഹെൽത്ത് കെയർ, അതുപോലെ പ്രീ റിക്രൂട്ട്മെന്റ് ട്രെയിനിങ് ആയ ഫിസിക്കൽ ട്രെയിനിങ്, ഇതൊക്കെയാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു കുട്ടിയെ കൊണ്ടുവന്ന് ജോയിൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു വ്യക്തി വന്ന് ജോയിൻ ചെയ്യുമ്പോൾ അവർക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് നല്ലൊരു നിലയിലെത്തും എന്നുള്ളൊരു ഇതിലാണ് അച്ഛനും അമ്മയും അവരെ കൊണ്ടുവെക്കുക. ഇപ്പോൾ ഇങ്ങനെ വെയിറ്റ് കൺട്രോളിങ് മറ്റു കാര്യങ്ങളിലും വരുന്നവരാണെങ്കിൽ അവരുടെ വിചാരം എന്തായിരിക്കും, എൻ്റെ ബോഡി പെട്ടെന്ന് ശരിയാവും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ സ്പോർട്സിലാണെങ്കിലും പെട്ടെന്ന് അച്ചീവേഴ്സ് ആവാമെന്നുള്ളത്. പക്ഷെ ഇതൊക്കെ ആവാം, പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് മാക്സിമം അവര് അതിനെ ആ ഒരു ലൈനിൽ പോകണം. കാരണം മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പറയുന്ന ഡയറ്റോ കാര്യങ്ങളോ ഒന്നും നമ്മൾ പറയുന്നില്ല. ഹെൽത്ത് കെയറിന്റെ കേസിലാണെങ്കിലും സ്പോർട്സിലാണെങ്കിലും നമ്മൾ അത്രയും ഡയറ്റ് ഒരു ഹാർഷോ കാര്യങ്ങളായിട്ടൊന്നും ഉണ്ടാവില്ല. ഫിസിക്കൽ ട്രെയിനിങ്, അതായത് ഡിഫൻസ് ഫിസിക്കൽ ട്രെയിനിങ്ങിലാണെങ്കിലും നമ്മൾ അത് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ കൊടുക്കുന്ന ഒരു മെത്തേഡ് അവർ കവർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ അവർക്ക് 100% റിസൾട്ട്. അതായത് അവർക്ക് പറ്റുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരത് കംപ്ലീറ്റ് ചെയ്താൽ. അതെ, നമ്മൾ അവരെ പോലെ തന്നെയാണ് നമ്മളും. അവരെ കണ്ടിട്ടാണ് നമ്മളത് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു പറഞ്ഞു കൊടുക്കുമ്പോൾ അതനുസരിച്ച് അവർ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് റിസൾട്ട് ഉണ്ടാവും. അതെ, അത് കുറെ നാള് ആ ഒരു, അതായത് പല കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു ഇൻട്രസ്റ്റിലായിരിക്കും വരിക. പക്ഷെ ആ കുട്ടികൾക്ക് കുറെ കഴിയുമ്പോൾ ഇൻട്രസ്റ്റ് കുറയും. ആ ഇൻട്രസ്റ്റ് കുറയണോടത്തല്ല, പക്ഷെ ആ ഇൻട്രസ്റ്റിൽ അവർ കണ്ടിന്യൂ ചെയ്ത്, ആ ഇൻട്രസ്റ്റ് അവർ കുറഞ്ഞാലും നമ്മൾ മാക്സിമം അവരെ പിക്ക് ചെയ്ത് അതിലേക്ക് തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് നമ്മള്. അപ്പോ ആ ഒരു ഇതിൽ അവർ വന്ന്, ആ ഒരു ലൈനിലേക്ക് അവർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള റിസൾട്ട് 100% ആണ്. അത് നമ്മൾ ഗ്യാരണ്ടി. ആ ഒരു ഗ്യാരണ്ടി ഉണ്ട്. അതെ, അതാണ് ഗ്യാരണ്ടി. ശരി, താങ്ക്സ്. അപ്പോൾ നമ്മുടെ പ്രദീപിനെ പരിചയപ്പെട്ടു, നമ്മുടെ കൈലൈഫ് സ്പോർട്സ് സ്പോർട്സ് അക്കാദമി പരിചയപ്പെട്ടു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സേവനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ പ്രദീപിനെ കോൺടാക്ട് ചെയ്യുക. ഡീറ്റെയിൽസ് ഫുള്ള് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വയ്ക്കാം. ഓക്കെ, അപ്പോൾ നന്ദി പ്രദീപ്. ശരി, താങ്ക്സ്. Style is the answer to everything.